അമൃതാനന്ദമയി മഠത്തെ സംബന്ധിച്ച ആരോപണങ്ങളെ സംബന്ധിച്ച വാർത്തകൾ, തുടർ വാർത്തകൾ എല്ലാം വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത് എന്ന് നമുക്കറിയാം. അതേ സംബന്ധിച്ച് ഏറ്റവും പുതിയ വാർത്ത ദേശാഭിമാനിയുടെ അവസാന പുറം ഇന്ന് സചിത്രമായി നമുക്ക് തന്നിരിക്കുന്നു. മറ്റു പത്രങ്ങളും ആ വാർത്ത നമുക്ക് തരുന്നുണ്ട്. മംഗളം ദേശാഭിമാനിയെ പോലെ തന്നെ അതിൻ്റെ അവസാന പുറത്താണെന്ന് തോന്നുന്നു. വളരെ വിശാലമായി ആ വാർത്ത ഇന്ന് അച്ചടിച്ചിട്ടുണ്ട്. കേരള കൗമുദിയുടെ ആ വാർത്ത കാണുക. അമൃതാനന്ദമയി മഠം ആരോപണങ്ങൾ കടുപ്പിച്ച് ഗെയിൽ എന്ന സന്യാസിനി, മുൻ അമൃതാനന്ദമയി ശിഷ്യ, അവരൊന്നും അവരുടെ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല എന്നു മാത്രമല്ല, കൂടുതൽ വെളിവാക്കലിലേക്ക് അവർ സഞ്ചരിക്കുന്നു. കൂടുതൽ വെളിവാക്കലിലേക്ക് സഞ്ചരിക്കുന്നു എന്നതുകൊണ്ടും തീർന്നില്ല. ഈ കാര്യങ്ങൾക്കൊക്കെ ഫലപ്രദമായ മറുപടി തൻ്റെ പക്കൽ ഇപ്പോഴും ഉണ്ടെന്നും വേണ്ടി വന്നാൽ തെളിവുകളുണ്ട് എന്നുവരെ അവർ പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ ന്യൂയോർക്കിൽ താമസിക്കുന്ന ഗെയിൽ പിന്നോട്ടു പോകാൻ തയ്യാറേയല്ല. അതാണ് അമൃതാനന്ദമയി മഠം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതിൻ്റെ വിശദാംശങ്ങൾ ദേശാഭിമാനി തരുന്നത് കാണുക. മാതാ അമൃതാനന്ദമയി പ്രമുഖ ശിഷ്യരുമായി വഴിവിട്ട ബന്ധത്തിൽ ഏർപ്പെടുന്നത് നേരിൽ കണ്ടു എന്ന് മുൻ ശിഷ്യ ഗെയിൽ ട്രെഡ്വെല്ലിൻ്റെ വെളിപ്പെടുത്തൽ. കൈരളി TV ചീഫ് എഡിറ്റർ ജോൺ ബ്രിട്ടാസിന് നൽകിയ അഭിമുഖത്തിലാണ് ആ വെളിപ്പെടുത്തൽ. കൈരളി TV ഇന്നലെ നിർലോഭം അത് പ്രകാശിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ രണ്ടാം ഭാഗം, ആ ഇൻ്റർവ്യൂവിൻ്റെ റോക്കിംഗ് എന്ന് പറയാവുന്ന, ഭൂമി കുലുക്കുന്ന ആ ഇൻ്റർവ്യൂവിൻ്റെ രണ്ടാം ഭാഗം ഇന്ന് കൈരളി TV പീപ്പിള് പുറത്തേക്ക് വിടുന്നുമുണ്ട്. അതേ സമയത്ത് തന്നെ മഠം വിട്ട ശേഷവും ഓസ്ട്രേലിയയിൽ ആശ്രമം സ്ഥാപിക്കാൻ $15,000 നൽകാമെന്ന് മഠം വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ താൻ പണം വാങ്ങിയില്ല. ഗെയിൽ ട്രെഡൽ ഏതായാലും അമൃതാനന്ദമയിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് അവരുടെ വിഹ്വലതകൾ മാത്രമാണ് എന്ന നിലയ്ക്ക് മഠം പറഞ്ഞുവെങ്കിലും ആസ്ട്രേലിയയിൽ തിരിച്ചു പോയതിനു ശേഷവും $15,000 ഓഫർ ചെയ്തുകൊണ്ട് ആസ്ട്രേലിയയിൽ മഠത്തിൻ്റെ ഒരു ബ്രാഞ്ച് ആരംഭിക്കാൻ ഗെയിലിനോട് അമൃതാനന്ദമയി തന്നെ നിർദ്ദേശിച്ചിരുന്നു എന്ന് പറയുമ്പം വ്യക്തിഗതമായ പടലപ്പിണക്കങ്ങളുടെ ഭാഗമായ ഒന്നുമല്ല ഗെയിൽ ആശ്രമം വിട്ടത് എന്ന് ഈ ഉദാഹരണം വ്യക്തമാക്കുന്നതായി ഈ ഗെയിൽ പറഞ്ഞു. തീർന്നില്ല. അമൃതാനന്ദമയിക്ക് വിശ്വാസികൾ കരുതുന്നത് പോലെ ഒരു ദിവ്യത്വവും ഇല്ലെന്നും അവർ കൈരളി TVയോട് പറഞ്ഞ കാര്യം ദേശാഭിമാനി ഇന്ന് പ്രമുഖമായി തന്നെ അതിൻ്റെ അവസാന പുറത്ത് തന്നിരിക്കുന്നു. മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങൾ ദേശാഭിമാനിയും മംഗളവും വളരെ ലളിതമായി, ലളിതമായി നിറവേറ്റുന്നു. പോളിംഗ് വാർത്തകൾ കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് പത്രലോകം തരുന്ന പ്രധാനപ്പെട്ട വാർത്ത സത്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ സംബന്ധിച്ച വാർത്തയാണ്. കസ്തൂരി രംഗൻ എന്ന പേര് ആവർത്തിച്ച് ലക്ഷം തവണ അച്ചടിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ വർത്തമാന പത്രങ്ങളും അതുപോലെ പറയേണ്ട അവസ്ഥയിലേക്ക് ദൃശ്യമാധ്യമങ്ങളും മാറുന്നത് മലയാളിയുടെ സവിശേഷമായ ചില സാഹചര്യങ്ങൾ മൂലമാണ്. കാണുക. ദീപിക, കൃഷിക്കാരുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന നസ്രാണി ദീപിക കസ്തൂരി രംഗൻ റിപ്പോർട്ടിന് വേണ്ടി വലിയൊരു ഭാഗം ഇന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. കസ്തൂരി രംഗൻ റിപ്പോർട്ട് കരട് വിജ്ഞാപനത്തിന് ഇലക്ഷൻ കമ്മീഷൻ്റെ അനുമതി വേണം. കരട് വിജ്ഞാപനം ഇറക്കാം ഓഫീസ് മെമ്മോറാണ്ടത്തിന് പിറകെ എന്നാണ് ഉമ്മൻചാണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി അട്ടിപ്പേറായി കിടക്കുകയാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇപ്പോഴും ദില്ലിയിൽ. എന്നാൽ അതേ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം, ഈ നിമിഷത്തിൻ്റെ വിവരം, വീരപ്പ മൊയ്ലി ഇപ്പോഴും തുല്യം ചാർത്തിയിട്ടില്ല ആ ഫയലിൽ. അതുകൊണ്ട് തന്നെ ഓഫീസ് മെമ്മോറാണ്ടം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ആ ഫയലിൽ വകുപ്പ് തല മന്ത്രി തുല്യം ചാർത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് അത് അയച്ചു കൊടുത്തിട്ടുമില്ല ഈ നിമിഷം വരെ. അങ്ങനെ വരുമ്പോൾ അയച്ചു കൊടുത്ത് കാര്യങ്ങൾ നടത്തി കരട് വിജ്ഞാപനത്തിന് രൂപം നൽകണമെങ്കിൽ അതിന് ഇലക്ഷൻ കമ്മീഷൻ്റെ മുൻകൂർ അനുമതി തേടിയിരിക്കണം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതിനുവേണ്ടിയാണ് രമേശ് ചെന്നിത്തല ദില്ലിയിൽ അട്ടിപ്പേറി കിടക്കുന്നത്. ഏതായാലും ആ വാർത്ത ദീപിക തരുന്നത് കാണുക. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ശുപാർശകൾ അംഗീകരിച്ചുകൊണ്ട് കരട് വിജ്ഞാപനം പുറപ്പെടുവിക്കണമെങ്കിൽ ഇനി കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി തേടേണ്ടി വരും എന്ന നിലയ്ക്കാണ് ഈ വാർത്ത നമ്മെ തേടിയെത്തുന്നത്. ഇതിനിടയിൽ പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി 8 ദിവസമായി നടത്തിവരുന്ന
കോഴിക്കോടിലെ നിരാഹാര സമരം അവർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പിൻവലിച്ച കാര്യവും ദീപിക ഈ വാർത്തയ്ക്കൊപ്പം തരുന്നു. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് കളക്ട്രേറ്റിന് മുന്നിൽ പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ 8 ദിവസമായി തുടർന്നു വന്ന നിരാഹാര സമരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പിൻവലിച്ചു എന്ന വാർത്ത തരികയും അതുകൊണ്ടും തീർന്നില്ല. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ആലഞ്ചേരിയുടെ പ്രസ്താവന, CBCI പ്രസിഡന്റ് മാർ ക്ലിമ്മീസ് ബാവയുടെ പ്രസ്താവന, ഇതൊക്കെ സവിസ്തരമായി ഇന്ന് ദീപിക തരുമ്പോൾ കേരള കോൺഗ്രസിൻ്റെ ഉന്നതതല യോഗം ഇന്ന് നടക്കുമ്പോൾ കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി UDFൽ പുകയുന്ന ഈ അന്തർഗതങ്ങൾ അല്ലെങ്കിൽ ആന്തരിക വൈരുദ്ധ്യങ്ങൾ വെളിവാക്കപ്പെടുന്നു ദീപികയുടെ ഈ വാർത്തകളിലൂടെ. അതും അധികം വൈകാതെ തന്നെ ഈ ദിവസം എരിഞ്ഞടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതേ സംബന്ധിച്ച കല്ലും നെല്ലും തിരിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് കേരള കോൺഗ്രസിൻ്റെ ഉന്നതാധികാര സമിതി യോഗത്തിനൊപ്പം തന്നെ KCBCയുടെ യോഗവും ഇന്ന് വിളിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കസ്തൂരിരംഗൻ എന്ന പ്രമുഖ പ്രമേയത്തിൽ ധ്രുവീകൃതമായിരിക്കുന്നു എന്ന കാര്യവും നാം ഓർക്കേണ്ടതാണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഓഫീസ് മെമ്മോയൊന്നും പോരാ, കരട് വിജ്ഞാപനം എന്നു വരും എന്ന് ഉറപ്പിച്ച് പറയേണ്ടതുണ്ട്. മാതൃഭൂമിയുടെ 1-ാം പേജ് നോക്കുക. കേരള കോൺഗ്രസിൻ്റെ ഉള്ളിൽ നടക്കുന്ന കലാപത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം അതാണ്. കേരള കോൺഗ്രസിൽ കലാപം ജോസഫും കൂട്ടരും ഇടയുന്നു. മംഗളമാകട്ടെ, കാര്യങ്ങൾ പേശൽ വരെ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ മാതൃഭൂമി പറയുന്നത് ജോസഫും കൂട്ടരും ഇടയുന്നു, കേരള കോൺഗ്രസിൽ കലാപം. PJ ജോസഫ് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. ഫ്രാൻസിസ് ജോർജ് ഹൈറേഞ്ച് സമിതിയുടെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യത, വേണ്ടി വന്നാൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ച് കളയും എന്നുവരെ അവർ പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഫ്രാൻസിസ് ജോർജ് അദ്ദേഹത്തിന് അതിനുള്ള സാധ്യതയുണ്ട് എന്നുവരെ നിരീക്ഷിക്കുന്നു മാതൃഭൂമി. വിശദാംശങ്ങൾ ഇപ്രകാരം: കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്മേലുള്ള സംഭവവികാസങ്ങൾ കേരള കോൺഗ്രസിനെ പൊട്ടിത്തെറിയിലേക്ക് നയിക്കുന്നു. PJ ജോസഫും അദ്ദേഹത്തോട് ഒപ്പമുള്ളവരുമാണ് ഇക്കാര്യത്തിൽ കടുത്ത നിലപാട് സ്വീകരിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയരുന്ന എതിർപ്പ് KM മാണിയെയും വിഷമവൃത്തത്തിലാക്കി മന്ത്രിസ്ഥാനമടക്കം രാജിവെക്കണമെന്ന നിലപാടാണ് ജോസഫ് ഗ്രൂപ്പ് സ്വീകരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇറങ്ങിയ ഓഫീസ് മെമ്മോറാണ്ടത്തിൻ്റെ തുടർച്ചയായി വിജ്ഞാപനം ഇറങ്ങുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതിനാൽ അതുവരെ കാക്കണമെന്ന നിർദ്ദേശവും ഉയർന്നിട്ടുണ്ട്. ഏത് വിഭാഗത്തിന് മുൻകൈ കിട്ടും എന്നത് ഇന്ന് നടക്കുന്ന ഉന്നതാധികാര സമിതിയുടെ ചർച്ചയിൽ തീരുമാനിക്കപ്പെടും. ഏത് വിഭാഗത്തിനാണ് മുൻകൈ കിട്ടുന്നത് എന്നതിനെ ആസ്പദിച്ചായിരിക്കും UDF മന്ത്രിസഭയുടെ ഭാവി എന്നാണ് പത്രലോകം ഇന്ന് എല്ലാ പത്രങ്ങളും, മനോരമയും മാതൃഭൂമിയും അടക്കം എല്ലാ പത്രങ്ങളും ഇന്ന് നിരീക്ഷിക്കുന്നത്. ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ എടുത്ത ഒരു തീരുമാനം ഇന്ന് വാർത്തയും വീക്ഷണവും പേജിൽ മാതൃഭൂമി നമുക്ക് തരുന്നു. EFL ഭേദഗതി, അതേ സംബന്ധിച്ച ഒരു നിലപാട്, മാറിയ നിലപാടാണ് സർക്കാരിൻ്റെ. മാറിയ നിലപാട് കാണുക. 2 ഹെക്ടർ വരെ ഭൂമി തിരിച്ചു നൽകും. നഷ്ടപരിഹാരത്തിന് വ്യവസ്ഥ. വനസംരക്ഷണവുമായി ബന്ധിപ്പിച്ചാണ് EFL ഭൂമിക്ക്, EFL ആയിരിക്കുന്ന ഭൂമിക്ക് ഇക്കോളജിക്കലി ഫ്രജൈൽ, പരിസ്ഥിതി ലോലമായിരിക്കുന്ന ഭൂമി ഒരു നഷ്ടപരിഹാരവും കൊടുക്കാതെ ആരുടേതാണെങ്കിലും ഏറ്റെടുക്കാൻ സർക്കാരിന് അവകാശമുണ്ട് എന്ന നിയമം ഉപയോഗിച്ച് എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ കേരളത്തിൻ്റെ നിലപാട് 2 ഹെക്ടർ വരെ ഭൂമി തിരിച്ചു നൽകണം സാധാരണ കൃഷിക്കാർക്ക്. ഇനി തിരിച്ചു നൽകാൻ കഴിയില്ല എന്ന് വിചാരിക്കുക. വനവൽക്കരണവുമായി ബന്ധിപ്പിച്ച് ആ ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണം എന്നുകൂടി കേരള സർക്കാർ പറഞ്ഞിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ: നിലവിലുള്ള പരിസ്ഥിതി ദുർബല പ്രദേശ നിയമം ഭേദഗതി ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചതായി മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇതനുസരിച്ച് പരിസ്ഥിതി ദുർബല പ്രദേശമായി ഏറ്റെടുത്ത 2 ഹെക്ടറിൽ താഴെയുള്ള ഭൂമി ഉടമയ്ക്ക് തിരിച്ചു നൽകും. എന്നാൽ ആ ഭൂമി വനസംരക്ഷണത്തിന് അനിവാര്യമാണെന്ന് കണ്ടാൽ പകരം ഭൂമി നൽകണം, അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകണം എന്ന നിലയ്ക്ക് അതേ സംബന്ധിച്ച നിലപാട് കേരളം മാറ്റിയിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്.